താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏത്? നിരന്തരമായ ചുമ, വേഗത്തിൽ ശരീരഭാരം കൂടുക, സ്തനങ്ങളിലെ തടിപ്പുകൾ മുഴകൾ, നിറം മാറുകയോ വലുതാകുകയോ ചെയ്യുന്ന മറുകുകളോ പുള്ളികളോ. ഇവിടെ ലക്ഷണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗത്തിൽ ശരീരഭാരം കൂടുക എന്നുള്ളത് അർബുദ രോഗ ലക്ഷണമല്ല. അർബുദ രോഗ ലക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു അക്രോണിമാണ് കോഷൻ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? മാർച്ച് 4, മാർച്ച് 10, ഒക്ടോബർ 10, ഏപ്രിൽ 4. മാർച്ച് 4 വേൾഡ് ഒബിസിറ്റി ഡേ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഇന്ത്യ, ഈജിപ്റ്റ്, ടാൻസാനിയ, നൈജീരിയ. ടാൻസാനിയയിലാണ് മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്. കാസർഗോഡാണ് സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായിട്ട് അറിയപ്പെടുന്നത്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം എഫ് ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F=Gm1m2/r² എന്നാണ്. ഈ G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ്. ഈ വാല്യൂ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ M1 M2 എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കളുടെ മാസ് ആയിരിക്കും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ദൂരമാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ M1 M2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് കരുതി എഫിൻ്റെ വാല്യൂ മാറത്തില്ല. ഒരു വസ്തുവിൻ്റെ മാസ് 30 ആണെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ മാസ് 60 ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്താലും നമുക്ക് സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 60 കിലോഗ്രാം 30 കിലോഗ്രാമിനെ ആകർഷിക്കുന്ന ബലവും 30 കിലോഗ്രാം തിരിച്ച് 60 കിലോഗ്രാമിനെ ആകർഷിക്കുന്ന ബലവും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് B ആയിരിക്കും. എഫ് തന്നെയാണ് ഉത്തരം വരുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ശബ്ദം വരണ്ട വായുവിൽ ഈർപ്പമുള്ള വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശബ്ദത്തിന് വരണ്ട വായുവിലും ഈർപ്പമുള്ള വായുവിലും ഒരേ വേഗതയാണ്. ഇവയിലൊന്നുമല്ല. ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് ഏത് മീഡിയത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വരണ്ട വായു അല്ലെങ്കിൽ ഡ്രൈ എയറിനേക്കാളും ഡെൻസറായിരിക്കും ഹ്യൂമിഡ് കണ്ടൻറ്റിലുള്ള ഈർപ്പമുള്ള വായു. ഈർപ്പമുള്ള വായുവിനകത്ത് എന്തുണ്ട്? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലൂടെ സൗണ്ട് വേഗന്ന് പോകും. ശബ്ദത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. 10 ന്യൂട്ടൺ, 12 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 0 ന്യൂട്ടൺ. ഇവിടെ നമ്മളൊരു സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വെയ്റ്റിനെ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ബോയൻ്റ് ഫോഴ്സ് ഉണ്ടാകും മുകളിലേക്ക്. അതായത് ഈ വസ്തുവിൻ്റെ താഴോട്ട് ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ തിരിച്ച് വെള്ളത്തിൻ്റെ ബോയൻ്റ് ഫോഴ്സ് എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു ബോയൻ്റ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ വസ്തുവിൻ്റെ യഥാർത്ഥ ഭാരമായിട്ടുള്ള 10 ന്യൂട്ടണിലും കുറഞ്ഞ ഒരു ഭാരം മാത്രമേ അപ്പോൾ അതിന് അനുഭവപ്പെടുകയുള്ളൂ. ആ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന ഭാരമെന്ന് പറയുന്നത് ഈ 10 ന്യൂട്ടണിലേക്കാളും കുറവായിരിക്കും. ഈ ഓപ്ഷൻസിൽ നോക്കി ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ 10 ന്യൂട്ടണിൽ കുറവായിട്ടുള്ളൂ. അതുകൊണ്ട് അത് തന്നെയാണ് ഉത്തരം വരുന്നത്. 6 ന്യൂട്ടൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? കാർട്ടോസാറ്റ് 2D, GSAT-2, NVS-2, എക്സ്പോസാറ്റ്. ഇവിടെ 100ാമത്തെ ലോഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISROയുടെ NVS-2 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. GSLV F-15 ഇത് വിക്ഷേപിച്ചത്. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം? ഓക്സിജൻ, ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം.
ഏറ്റവും സമൃദ്ധമായിട്ട് ക്രസ്റ്റിൽ കാണപ്പെടുന്നത് അലൂമിനിയമാണ്. ഇരുമ്പ് ഏകദേശം 5% മാത്രമാണുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് 32Ge76ൻ്റെ ഐസോട്ടോൺ? 32 ജർമേനിയമാണ്. ജർമേനിയത്തിൻ്റെ ഐസോട്ടോൺ ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഐസോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളതിനെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ജർമേനിയത്തിൻ്റെ ന്യൂട്രോൺസിൻ്റെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 76 - 32 എത്രയെന്ന് കിട്ടും? 44 കിട്ടും. ഈ 44 കിട്ടുന്നത് ഓപ്ഷനിൽ ആർക്കാണോ അവരാണ് ഈ പറയുന്ന ജർമേനിയത്തിൻ്റെ ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓപ്ഷൻ ഡി സെലിനിയത്തിനാണ് ഇവിടെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടുന്നത്. കാരണം 78 - 34 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 44 എന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഇവിടെ ഐസോട്ടോൺ ആരാണ്? ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്ന ആൽക്കലോയിഡുകളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ല? ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് ക്വനൈൻ ആണ്. ആൽക്കലോയിഡ് ക്വിനൈൻ പ്രധാനമായിട്ടും പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. മോർഫിൻ ഒരു ഫിനാത്രിൻ ആൽക്കലോയിഡാണ്. സെർട്ടേനർ വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആൽക്കലോയിഡ് സ്ട്രൈക്നൈൻ ആയിരുന്നു. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ 2-ഉം സ്റ്റേറ്റ്മെൻറ്റ് 2-ഉം സ്റ്റേറ്റ്മെൻറ്റ് 4-ഉം തെറ്റാണ്. കാരണം ആൽക്കലോയിഡ് ക്വിനൈൻ എന്ന് പറയുന്നത് ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്, മലേറിയ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് സിൻചൊണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്, മലേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ സെർട്ടേണർ വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആൽക്കലോയിഡ് എന്ന് പറയുന്നത് സ്ട്രൈക്നൈൻ അല്ല, മോർഫിനാണ് ആദ്യമായിട്ട് സെർട്ടേണർ വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകളും സമന്വയവും, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിനും പ്രോട്ടീൻ ഘടനാ പ്രവചനം, ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം, അസമമായ ഓർഗാനോ കാറ്റലിസ്റ്റിസിൻ്റെ വികസനം. ഇവിടെ 2024 കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനുമാണ്. കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം, രാമനാട്ടം, ചിത്രകല, കഥകളി. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ കഥകളിയുമായിട്ടാണ് കോട്ടയത്ത് തമ്പുരാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, കാലകേയവധം എന്നിവ. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഹർമൻപ്രീത് കൗർ, ജമീമ റോഡ്രിഗസ്, സ്മിതി മന്ദാന, ഷഫാലി വർമ്മ. ജമീമ റോഡ്രിഗസ് ആണ് 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച താരം. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. രാജരാജൻ്റെ മാറ്റൊലി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജോസഫ് മുണ്ടശ്ശേരി കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു, കേരള സർവകലാശാലയുടെ അല്ല. അതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് 1, 2, 4 എന്നുള്ളതാണ്. ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ ആദ്യ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററായിരുന്നു. കേരള എഡ്യൂക്കേഷണൽ ബിൽ 1957 അദ്ദേഹമാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് വിമോചന സമരമൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികൾ, ചോദിച്ചിട്ടുള്ള ചില കൃതികളാണ് കൊഴിഞ്ഞ ഇലകൾ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, മാറ്റൊലി, രാജരാജൻ്റെ മാറ്റൊലി. അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളാണ് കാവ്യപീഠിക, നാടകാന്തം, കവിത്വം. പിന്നീട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന് പറഞ്ഞ് മറ്റൊരു കൃതിയുണ്ട്, അത് AKGയുടേതാണ്. മാറ്റൊലിയും രാജരാജൻ്റെ മാറ്റൊലിയും ജോസഫ് മുണ്ടശ്ശേരിയുടേതും, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി AKGയുടേതുമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം 1971, 1969, 1966, 1973. 1969 കേരള ചലച്ചിത്ര അവാർഡുകൾ ആരംഭിക്കുന്നത്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓളവും തീരവുമായിരുന്നു. ആദ്യത്തെ മികച്ച നടൻ
നുള്ള പുരസ്കാരം കിട്ടിയത് സത്യനായിരുന്നു. മികച്ച നടി ശാരദയായിരുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വയലാർ ശരത്ചന്ദ്രവർമ്മ, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, വയലാർ രാമവർമ്മ. ഈ വരികളുടെ രചയിതാവ് ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? മാർച്ച് 30, 2025, മാർച്ച് 30, 2024, നവംബർ 20, 2024, നവംബർ 23, 2025. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം നവംബർ 23, 2025 വരുന്നത്. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1, 2025 മാർച്ച് 31, 2025 ഒക്ടോബർ 2, 2025 ജനുവരി 1. 2025 നവംബർ 1 കേരളം ദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-വിന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിൻ്റെ വിശദീകരണമാണ് ചോദിച്ചത്. ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഓപ്ഷൻ സി ആണ്. ടെക്സ്റ്റ്, ഇമേജുകൾ, ആനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഉപഭോക്താവിൽ നിന്നും ഒരു ബുക്ക് ID സ്വീകരിക്കുന്നു, പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു, പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നു, ലഭ്യമല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. സിസ്റ്റം ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട് എന്ന നിർദ്ദേശങ്ങളാണ് ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. പട്ടിക പഠിച്ച് XYZ എന്നിവ തിരിച്ചറിയുക. നെറ്റ്വർക്ക് തരം XYZ. കവറേജ് ഏരിയ ഒരു കെട്ടിടത്തിലോ ക്യാമ്പസിനോ ഉള്ളിൽ. സാധാരണ ഉപയോഗം ഓഫീസ് ഇൻട്രാനെറ്റ്. Y നഗരം മുഴുവൻ പ്രദേശം. പൊതുഗതാഗതം നിരീക്ഷണം. Z രാജ്യത്തിലുടനീളം ആഗോള എൻ്റർപ്രൈസ് ആശയവിനിമയം. ഇത് ഏത് നെറ്റ്വർക്ക് തരമാണെന്നുള്ളതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. X എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, Y മാൻ, Z വാൻ. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? പ്രസ്താവന 1 വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണിയിൽ ഉൾപ്പെടുന്നു. പ്രസ്താവന 2 IT ആക്ട് 2000 ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായ അംഗീകാരം നൽകുന്നു. പ്രസ്താവന 3 എല്ലാ സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഉയർന്ന തലത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യമാണ്. ഇതിലെ പ്രസ്താവന 3 തെറ്റാണ്. പ്രസ്താവന 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? തന്ത്രപരമായ ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ, കമ്പനികളുടെ മത്സരക്ഷമമായ വിപണി നിലപാട് ബാധിക്കുന്ന വിവരങ്ങൾ, പാർലമെൻ്ററി വിശേഷാവകാശം ലംഘിക്കാവുന്ന വിവരങ്ങൾ. ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്നതിന് അപവാദമായി നിൽക്കുന്നത് ഓപ്ഷൻ ബി ആണ്. മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? 3 വർഷം, 5 വർഷം, 7 വർഷം, 10 വർഷം. 5 വർഷമാണ് പാനലിൻ്റെ പ്രമാണ സാധുത എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗ വ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം എന്താണ്? മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം, ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരം, ഈ അവകാശം നൽകുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകൾ, കുടുംബാംഗങ്ങൾ നൽകിയ എഴുത്തുപരമായ സത്യവാങ്മൂലം. ഈ അവകാശം നൽകുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകളാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച് കുട്ടിക്കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ ഏതാണ് ഉൾപ്പെടാത്തത്? കുറ്റവിമുക്തതയുടെ സിദ്ധാന്തം, സ്ഥാപനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം, കുടുംബ ഉത്തരവാദിത്തത്തിൻ്റെ സിദ്ധാന്തം, അവകാശങ്ങൾ ഉപേക്ഷിക്കാനാകില്ല എന്ന സിദ്ധാന്തം. ഇവിടെ ഉൾപ്പെടുത്താത്തത്
സ്ഥാപനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തമാണ്. സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏതാണ്? വകുപ്പ് 14 ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം ബി പ്രകാരമാണ് ഈ അധികാര പരിധിയിൽ വരുന്നത്. ഭാരതത്തിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ഭാരതത്തിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷനായിട്ടുള്ളത്. ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒഴികെ എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്.